ആലപ്പുഴയിൽ പേവിഷബാധയേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കുട്ടിക്ക് കടിയേറ്റത് തെരുവ് നായയിൽ നിന്നാണെന്ന് കുടുംബം. വളർത്തുനായ കുട്ടിയെ ആക്രമിച്ചിട്ടില്ല എന്നും കുടുംബം പറഞ്ഞു. റാഫി കരീം വിവരങ്ങളുമായി. റാഫി, ഈ കുടുംബം കൂടുതലായി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നത് തന്നെയാണോ അവർ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസമാണ് തെരുവുനായയുടെ അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൂരജ് പേവിഷബാധയേറ്റ് മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ സൂരജിന് കടിയേറ്റിരുന്നത് ഇവരുടെ തന്നെ വീട്ടിൽ വളർത്തിയിരുന്ന ഒരു വളർത്തുനായിൽ നിന്നായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ആദ്യം കേട്ടിരുന്നതും. എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുടുംബം. ഈ സൂരജിന് കടിയേറ്റത് തെരുവുനായയിൽ നിന്ന് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് കുടുംബം. ഈ വീട്ടിൽ വളർത്തിയിരുന്ന ബന്ധുവിൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന നായയിൽ നിന്നല്ല സൂരജിന് കടിയേറ്റിയിരിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത്. ഈ നായ ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ട്. 1.5 മാസം മുൻപാണ് ഈ ബന്ധുവിൻ്റെ വീട്ടിൽ സൂരജ് പോയത്. അപ്പോഴുണ്ടായ പരിക്കൊന്നുമല്ല സൂരജിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഈ കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ സൂരജ് ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം, മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം ഈ അച്ഛനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പിതാവ് തന്നെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ സൂരജ് ചൂണ്ടയിടാൻ പോകുന്ന ഒരാളായിരുന്നു. കൂട്ടുകാരോടൊപ്പം ചൂണ്ടയിടാൻ പോയപ്പോൾ അവിടെ വെച്ച് ഒരു നായ സൂരജിനെ മാന്തുകയായിരുന്നു എന്നുള്ളതാണ്. ഈ നായ പ്രസവിച്ച് കിടക്കുകയായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ആ സമയത്ത് സൂരജ് അതുവഴി കടന്നുപോയപ്പോൾ സൂരജിൻ്റെ കാലിൽ ഈ നായ മാന്തുകയായിരുന്നു എന്ന് അച്ഛനോട് സൂരജ് പറഞ്ഞതായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സൂരജിന് കടിയേറ്റ പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് എന്നുള്ളതും ഈ പിതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സൂരജിൻ്റെ പിതാവ് അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. ഈ ഹോട്ടലിലേക്ക് പുലർച്ചെ പോകാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോഴെല്ലാം റോഡരികിൽ ഇത്തരത്തിൽ തെരുവുനായകളുടെ ശല്യം ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായില്ല എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും സൂരജിന്റെ മരണം പേവിഷബാധയേറ്റ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംശയം ഉണ്ടായിരുന്നത് സൂരജിനെ എവിടെ നിന്ന് കടിയേറ്റിരുന്നു എന്നുള്ളതാണ്. ആദ്യം വന്ന സൂചനകൾ ഈ സൂരജിന്റെ ബന്ധുവീട്ടിലെ വളർത്തുനായിൽ നിന്ന് കടിയേറ്റിരുന്നു. ആ വളർത്തുനായയ്ക്ക് റാബിസ് ഇഞ്ചക്ഷൻ എടുത്തതിനാൽ മറ്റ് സൂരജിന് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സൂരജ് ഇത്തരത്തിലൊരു കടിയേറ്റ വിവരം ബന്ധുക്കളിൽ നിന്ന് മറച്ചു വെക്കുകയും ഈ രോഗം മൂർച്ഛിച്ചതിന് ശേഷമാണ് ഇത് ബന്ധുക്കളോട് പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് സൂരജിനെ രക്ഷിക്കാൻ കഴിയാതിരുന്നത്. അതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. പേവിഷബാധയേറ്റ ആലപ്പുഴയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവം. തെരുവുനായിൽ നിന്നാണ് കുട്ടിക്ക് കടിയേറ്റത് എന്നത് കുടുംബം പറയുകയാണ്. വളർത്തുനായ കുട്ടിയെ ആക്രമിച്ചിട്ടില്ല എന്നുകൂടി അവർ പറയുമ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമാണ്. അത് പരിഹരിക്കാൻ വേണ്ടി അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്.